ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരുടെ പോസിറ്റീവ് റിവ്യൂസ് മാത്രം കേട്ടിട്ട്, കാര്യം നെഗറ്റീവ് റിവ്യൂസും എല്ലാ പടത്തിനും കേൾക്കുമല്ലോ, അങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് മാത്രം കേട്ടിട്ട് നമ്മൾ ലാലേട്ടൻ്റെ തുടരും സിനിമ കാണാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഇന്ന് സൺഡേ 8 മണിക്ക് 8:15 ജി സിനിമാസിലെ ബുക്ക് ചെയ്തേക്കുന്നത്. ലക്ഷ്മി, എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഉണ്ടോ? എക്സ്പെക്ടേഷൻ ഉണ്ട്. എല്ലായിടത്തും പോസിറ്റീവ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എമ്പുരാനെക്കാട്ടിൽ കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്ത സിനിമയാണ്. എമ്പുരാനെ കണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക് ഉണ്ടായി ആദ്യത്തെ 2 ദിവസം. അതുകൊണ്ട് ഞായറാഴ്ച ഇന്ന് 27-ാം തീയതി ബുക്ക് ചെയ്തത്. റിലീസായി 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് കാണാം. എന്തായാലും കണ്ടു നോക്കാം. ചേച്ചിയുടെ കൊച്ചിൻ്റെ പേരിടലായിരുന്നു. അപ്പം എല്ലാ തിരക്കുകളും കഴിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങൾ സിനിമ പോണേ. കണ്ട ശേഷം റിവ്യൂ ഇടാനൊന്നും പ്ലാനില്ല. പക്ഷേ ഇത്രയും ഹൈപ്പ് കയറിയത് കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം അഭിപ്രായം ഞങ്ങൾ പറയും. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫിലിമൊക്കെ കണ്ടു. പക്ഷെ വണ്ടി ചെറുതായിട്ട് പണി തന്നു, സ്റ്റാർട്ടാവുന്നില്ല. ഞങ്ങളപ്പോൾ നടക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ തുടരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടാവണില്ല. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കുറേ ശ്രമിച്ചു. അപ്പോൾ വീട് വരെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല സംതൃപ്തിയോടെ പടം കണ്ടിറങ്ങിയോണ്ട് ആ ഒരു ഇത് കേട്ടാ വീട്ടിലും പടം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വല്ലാത്തൊരു തള്ളിക്കൊണ്ടുള്ള ഒരു തുടരും റിവ്യൂ ഒന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ മൂവി റിവ്യൂ ഒന്നും ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നേരത്തെ ഞാൻ മൂവി റിവ്യൂ ചെയ്യുമായിരുന്നു. ഇനി ഇപ്പുറത്ത് പോവാ, കാണുന്നില്ല ഇവിടെ ഈ സൈഡ് ലൈറ്റ്. നേരത്തെ മൂവി റിവ്യൂ ഒക്കെ ചെയ്യുമായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മൂവിയും ചെയ്തു. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, മൂവി റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ്. പക്ഷേ അത് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷേ ആൾക്കാർ വിലയിരുത്തുന്ന വെച്ചാൽ ആ പടം മോശമാണെന്നുള്ള രീതിയിലാണ് പലരും ഓരോ റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇനി അങ്ങനെ മൂവി റിവ്യൂ ചെയ്യില്ല എന്നും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇത് റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പോയി. അപ്പോൾ ആ പടം ഇങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് റിവ്യൂ കേട്ടിട്ട് ഞങ്ങൾ പോയതാണ്. കാരണം കണ്ടവരെല്ലാം എല്ലാവരും പോസിറ്റീവ് റിവ്യൂ. അത് കറക്റ്റാണ്, പോസിറ്റീവ് തന്നെയാണ്. ഞാൻ അങ്ങനെ ലാലേട്ടൻ ഫാൻസ് അങ്ങനെ ഒന്നല്ല, ഫിലിം എല്ലാം കാണും. പക്ഷേ ചേട്ടായി നല്ലൊരു കട്ട ലാലേട്ടൻ ഫാൻ എന്ന് വെച്ചാൽ കട്ട ലാലേട്ടൻ ഫാൻ. റിലേഷൻ ആയപ്പോൾ തൊട്ട് ലാലേട്ടൻ എന്താ എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു. എനിക്കറിയാം, എന്നോട് സിനിമയെ പറ്റി, ഫിലിം ഫീൽഡിലുള്ളതുകൊണ്ട് ഡയറക്ടേഴ്സ്, മോഹൻലാലിൻ്റെ ഫിലിംസ് ഇതെല്ലാം ചോദിക്കുമായിരുന്നു. ഫസ്റ്റ് ഫിലിം എനിക്കറിയില്ല, സത്യസന്ധമായിട്ട് പറയണ എനിക്കറിയില്ല. ഇപ്പോഴും എന്തൊക്കെയൊക്കെ അറിയാതല്ലാതെ ആളത്രയും കട്ട ലാലേട്ടൻ എന്ന് വെച്ചാൽ കട്ട ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ആൾക്ക് പഴയ കുറച്ച് പടങ്ങൾ കാണുമ്പോൾ അത്ര എങ്ങനെ പറയണ്ടായില്ല ലാലേട്ടനെ പറ്റി. പക്ഷെ ഈ പടം കണ്ടപ്പോൾ ലാലേട്ടൻ വിസിലൊക്കെ അടിക്കണം. ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ലാലേട്ടനെ തിരിച്ച് കിട്ടി. അതാണ് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു രീതിയിൽ കണ്ടത്, ആ ഒരു പെർഫോമൻസ്, ആ ഒരു ട്രാൻസ്ഫോർമേഷനും എല്ലാം കൊണ്ടും കിടിലൻ സംഭവം. പിന്നെ ഇപ്പം ഞാൻ ലാലേട്ടൻ ഫാനാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ള നടന്മാർ മോശം എന്ന രീതിയിലല്ല. നമുക്ക് കൂടുതൽ ഇഷ്ടം ഒരാളുണ്ടാവുമല്ലോ, അതന്നും ഇന്നും ലാലേട്ടൻ തന്നെയാണ്. ഇനിയിപ്പോൾ വണ്ടി തള്ളട്ടെ, ഇനി കുറേ ദൂരം തള്ളാനുണ്ട്. അങ്ങനെ വീട്ടിനടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടേ വണ്ടി തള്ളിക്കൊണ്ട് വെച്ച് വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ എണീറ്റ് പിന്നെയും വണ്ടി വർക്ക്ഷോപ്പിൽ തള്ളേണ്ടി വരും. ആകെ പോയി. പിന്നെ പടം നല്ല അടിപൊളി കിടിലം പടം ആയതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് പോയായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്ത് എത്താറായി. വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്.